വയനാടിന്റെ ഹരിതാഭമായ മലമടക്കിൽ പ്രകൃതിയും വിശ്വാസവും ഒന്നുചേരുന്ന ഒരിടമുണ്ട്. മൂടക്കൊല്ലി മഹാദേവ ക്ഷേത്രം. ഐതിഹ്യങ്ങളുടെ മഞ്ഞുമൂടിയ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രം എത്തിച്ചേരാകുന്ന ഈ പുണ്യസങ്കേതം കേവലം ഒരു ആരാധനാലയമല്ല, മറിച്ച് വയനാടിന്റെ മണ്ണിൽ വേരൂന്നിയ കഠിനാധ്വാനത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ജീവിക്കുന്ന അടയാളമാണ്. വയനാടിന്റെ ചരിത്രം കാടിനോടും വന്യമൃഗങ്ങളോടും മല്ലിട്ട് പടുത്തുയർത്തിയതാണ്. പണ്ട് ഈ പ്രദേശം ഇടതൂർന്ന വനമായിരുന്നു. കൃഷി ഉപജീവനമാക്കിയ ചെട്ടിയാർ സമുദായത്തിൽപ്പെട്ടവർ ഇവിടെ താമസിച്ചിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് കാട്ടാനകളുടെ വിളയാട്ടം നിത്യസംഭവമായി. ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ ഒരു രാത്രി കൊണ്ട് ആനക്കൂട്ടം ചവിട്ടിമെതിക്കുമ്പോൾ കണ്ണീരോടെ നോക്കി നിൽക്കാനേ കർഷകർക്ക് കഴിഞ്ഞുള്ളൂ. അത്തരമൊരു സന്ദർഭത്തിലാണ് മൂടക്കൊല്ലി എന്ന പേരിന് നിദാനമായ ആ വിസ്മയം സംഭവിക്കുന്നത്. ഒരു കർഷകൻ തന്റെ നെൽപ്പാടത്ത് വിളഞ്ഞ ആദ്യത്തെ കതിർ കൊയ്തെടുത്ത് അവിടെയുണ്ടായിരുന്ന ഒരു ശിലയ്ക്ക് മുന്നിൽ ഭക്തിപൂർവ്വം സമർപ്പിച്ചു. ഇത് നിനക്കുള്ളതാണ്, എന്റെ ബാക്കി കൃഷിയെ നീ കാത്തുകൊള്ളുക എന്നതായിരുന്നു ആ ലളിതമായ പ്രാർത്ഥന. അത്ഭുതമെന്ന് പറയട്ടെ, കാട്ടാനകൾ ആ പാടത്തേക്ക് പിന്നീട് പ്രവേശിച്ചില്ല. ആ ശിലയിലുണ്ടായിരുന്ന അദൃശ്യമായൊരു ചൈതന്യം തന്റെ കൃഷിയെ കാത്തുരക്ഷിക്കുന്നു എന്ന കർഷകൻ വിശ്വസിച്ചു. അദ്ദേഹം അവിടെ മൂടുവെക്കുകയായിരുന്നു, അതായത് അടയാളപ്പെടുത്തുകയായിരുന്നു. കാലക്രമേണ മൂടുവെച്ച ആ സ്ഥലം മൂടക്കൊല്ലി എന്നറിയപ്പെട്ടു. മൂടക്കൊല്ലിയെയും മൂടക്കൊല്ലി ക്ഷേത്രത്തെക്കുറിച്ചും പറയുകയാണെങ്കിൽ ഗോത്രവർഗ്ഗക്കാരും ചെട്ടിമാരും താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് മൂടക്കൊല്ലി. അതിപുരാതനമായൊരു ഗ്രാമമാണ്. ആ കാലഘട്ടത്തിൽ മഞ്ഞു മൂടിക്കിടന്ന ഈ ഗ്രാമത്തിൽ വന്യമൃഗങ്ങളിൽ നിന്നും അവരുടെ ജീവനും കൃഷിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മൂട വെക്കുമായിരുന്നു. ആ മൂട വെച്ച കൊല്ലിയാണ് പിന്നീട് മൂടക്കൊല്ലിയായത്. അതിനുശേഷമാണ് ഈ പ്രദേശത്തെ കാരണവന്മാരെല്ലാവരും കൂടി മൂടക്കൊല്ലിയിൽ ദേവസാന്നിധ്യമുണ്ടെന്നുള്ള ഒരു വെളിപാടിൽ ഇവരിവിടെ ദേവപ്രശ്നം നടത്തുകയും ഭഗവാനും ശ്രീപാർവതിയും സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയുടെയും സാന്നിധ്യം ഈ പാറപ്പുറത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഒരു താൽക്കാലിക ശ്രീകോവിൽ പണിത് പൂജ ആരംഭിക്കുകയും അതിനുശേഷമാണ് ജനകീയ കമ്മിറ്റികളെല്ലാം നിലവിൽ വന്ന് ഇന്ന് കാണുന്ന ഈ ശ്രീകോവിൽ ചുറ്റുമതിലും ഈ രൂപത്തിൽ പണി തീർത്തിട്ടുള്ളത്. ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നൊരു വലിയ സത്യമുണ്ട്. മനുഷ്യൻ പ്രകൃതിയുടെ ശക്തിയെ തിരിച്ചറിയുകയും അതിനെ വന്ദിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതി തിരിച്ചും അവനെ സംരക്ഷിക്കുന്നു എന്നതാണത്. ആ ചെറിയ ശില പിൽക്കാലത്തൊരു മഹാക്ഷേത്രത്തിന്റെ കേന്ദ്രബിന്ദുമായി മാറുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. കാലം മാറിമറിഞ്ഞപ്പോൾ ദൂരദേശങ്ങളിൽ നിന്നും കൃഷിക്കായി മലബാറിലെ മലയോരങ്ങളിലേക്ക് ആളുകൾ കുടിയേറി. പട്ടിണിയോടും വന്യമൃഗങ്ങളോടും രോഗങ്ങളോടും പൊരുതി അവർ ഈ മണ്ണിൽ പൊന്നു വിളയിച്ചു. എന്നാൽ ഈ കഠിനാധ്വാനത്തിനിടയിലും ആ പഴയ ശിലയും അതിലെ ചൈതന്യവും അവരുടെ മനസ്സിൽ ഒരു പ്രഹേളികയായി തുടർന്നു. കാട്ടാനകളുടെ വഴിത്താരയിൽ ഒരു ശൂലം മാത്രം സാക്ഷിയാക്കി തുടങ്ങിയ ആരാധന പതിയെ ഒരു ജനതയുടെ മുഴുവൻ അഭയസ്ഥാനമായി മാറി. ഭക്തരുടെ മനസ്സിൽ ആ ശക്തി ഉണർത്തിയ ചിന്ത ഒന്നുമാത്രമായിരുന്നു: ഇവിടെ ഒരു ക്ഷേത്രം ഉയരണം. ഒരു ശൂലം നാട്ടിയുള്ള ലളിതമായ ആരാധനയിൽ നിന്നും ഒരു സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഇന്ന് നാം കാണുന്ന ക്ഷേത്രരൂപത്തിലേക്ക് അത് പരിണമിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ നടന്ന ദേവപ്രശ്നമാണ് മൂടക്കൊല്ലിയിലെ അദൃശ്യമായ ദൈവിക സാന്നിധ്യത്തെ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയത്. വെറുമൊരു പ്രാദേശിക ആരാധനാമൂർത്തിയോ കാട്ടുദൈവമോ അല്ല ഇവിടെയുള്ളതെന്ന് ആചാര്യന്മാർ ആഴത്തിലുള്ള ഗണനയിലൂടെ കണ്ടെത്തി. പ്രപഞ്ചത്തിന്റെ ആദിയും അന്ത്യവുമായ പ്രണവമന്ത്രത്തിന്റെ പൊരുളായ സാക്ഷാൽ ശ്രീ ഓംകാരമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. കൈലാസനാഥനായ പരമശിവൻ തന്റെ പരിപൂർണ ചൈതന്യത്തോടെ ഈ മലയോര മണ്ണിൽ സാന്നിധ്യമറിയിച്ച നിമിഷം ക്ഷേത്ര ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറി. മഹാദേവൻ മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ആദിപരാശക്തിയായ ശ്രീ പാർവതീദേവിയും പുത്രന്മാരായ വിഘ്നവിനാശകൻ ഗണപതിയും ജ്ഞാനസ്വരൂപനായ സുബ്രഹ്മണ്യനും ഇവിടെ കുടികൊള്ളുന്നു. ഇത് ഈ ക്ഷേത്രത്തിന്റെ അത്യപൂർവമായ സവിശേഷതയാണ്. ശിവകുടുംബത്തിന്റെ ഈ പരിപൂർണമായ ഒത്തുചേരൽ ഭക്തർക്ക് വലിയൊരു അനുഗ്രഹമാണ് നൽകുന്നത്. കുടുംബ ഐക്യത്തിനും അഭിവൃദ്ധിക്കും ദാമ്പത്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ഇന്നീ പുണ്യസങ്കേതം ഏക ആശ്രയമായി മാറിയിരിക്കുന്നു. ജഗദംബയുടെ മാതൃവാത്സല്യവും മഹാദേവന്റെ സംരക്ഷണവും
ഒരുപോലെ അനുഭവവേദ്യമാകുന്ന ഒരിടമാണിത്. കാലങ്ങൾക്ക് മുൻപ് ദേവപ്രശ്ന സമയത്ത് ആചാര്യന്മാർ നടത്തിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവചനങ്ങൾ ഇന്ന് അക്ഷരം പ്രതി സത്യമായിരിക്കുന്നു. അന്ന് കേവലം ഒരു ചെറിയ ആരാധനാ സ്ഥാനമായിരുന്ന ഇവിടം ഇന്ന് നാനാജാതി മതസ്ഥർ ഭക്തിയോടെ എത്തുന്ന ഒരു മഹാക്ഷേത്രമായി വളർന്നിരിക്കുന്നു. ജാതിമത ഭേദമന്യേ സർവരും ഒത്തുചേരുന്ന ഒരു പുണ്യസന്നിധാനമായി ഇത് മാറുമെന്ന അന്നത്തെ വാക്കുകൾ സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തർ നിത്യേന മഹാദേവന്റെ ദർശനത്തിനായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രകാശഗോപുരമായി മൂടക്കൊല്ലി മഹാദേവ ക്ഷേത്രം ഇന്ന് തല ഉയർത്തി നിൽക്കുന്നു. ക്ഷേത്രവും ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള സർപ്പക്കാവും ഈ ക്ഷേത്രം ഉണ്ടായ കാലം മുതലുള്ളതാണ്. ഒരു പ്രാവശ്യം ക്ഷേത്രത്തിനകത്ത് ഇത് കയറുകയും അവനെ ഉപദ്രവിക്കാതെ പുറത്ത് ചടിച്ച് വിടുകയും ചെയ്തു. അതിനുശേഷം 2-3 പ്രാവശ്യം കൂടി അതിനകത്ത് എങ്ങനെയാണ് കയറിയെന്നറിയത്തില്ല, അതിനുള്ളിൽ കാണുകയുണ്ടായി. അങ്ങനെ സ്ഥിരമായിട്ട് സർപ്പക്കാവിൽ മിക്കവാറും ദിവസങ്ങളിൽ കാണാറുണ്ട്. അത്ഭുതകരമായ ഒരു രീതിയാണ്. ആർക്കും ഉപദ്രവമോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. ഒരു ദിവസം ഞങ്ങൾ ഓഫീസിലിരിക്കുമ്പം തലേ ദിവസം ഈ സർപ്പം ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലിരിക്കുകയും പിറ്റേ ദിവസം അതുപോലെ തന്നെ ഇരിക്കുകയും ഞങ്ങൾ മെയിൻ സ്വിച്ച് ഓഫാക്കാനായിട്ട് ചെല്ലുമ്പം ഈ സാധനം താഴോട്ട് വീഴുകയും ചെയ്തു. അവിടുന്ന് അത് ഓടി നേരെ സർപ്പക്കാവിലേക്കാണ് പോയത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കാവിനെ സംബന്ധിച്ച് പറയാനുണ്ട്. മൂടക്കൊല്ലി മഹാദേവ ക്ഷേത്രത്തിലെ ദർശനം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആത്മീയ സംവാദത്തിന്റെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആചാരബദ്ധവും അച്ചടക്കമുള്ളതുമായ ദർശനരീതികൾ പിന്തുടരുന്നത് ഭക്തന്റെ മനസ്സിൽ കൂടുതൽ ശാന്തിയും ഊർജവും നിറയ്ക്കാൻ സഹായിക്കും. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേഹശുദ്ധിയും മനഃശുദ്ധിയുമാണ്. കുളിച്ച് ശുദ്ധിയായി ലളിതവും മാന്യവുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ക്ഷേത്രമതിലകത്ത് പ്രവേശിച്ചാൽ ലോകകാര്യങ്ങൾ മാറ്റിവെച്ച് നിശബ്ദത പാലിക്കാൻ ശ്രദ്ധിക്കണം. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി ഓം നമഃശിവായ തുടങ്ങിയ നാമജപങ്ങളിലോ ധ്യാനത്തിലോ മുഴുകുന്നത് ക്ഷേത്രത്തിലെ ദിവ്യ ചൈതന്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഭക്തനെ പ്രാപ്തനാക്കും. ശിവക്ഷേത്രമായതിനാൽ ഇവിടുത്തെ പ്രദക്ഷിണക്രമത്തിലും പ്രത്യേകതകളുണ്ട്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം നടത്താറില്ല. അഭിഷേക ജലം ഒഴുകിപ്പോകുന്ന ഓവ് മുറിച്ചു കടക്കാതെ തിരിച്ചു നടക്കുന്ന പകുതി പ്രദക്ഷിണ രീതിയാണ് പരമ്പരാഗതമായി നിലനിൽക്കുന്നത്. എങ്കിലും ക്ഷേത്രത്തിലെ പ്രത്യേക വിധിപ്രകാരമുള്ള മാറ്റങ്ങൾ ഭക്തർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദർശനവേളയിൽ ആർഭാടപൂർണമായ കാഴ്ചവസ്തുക്കളേക്കാൾ മൂടക്കൊല്ലിയുടെ ചരിത്രത്തിലെ ആ പഴയ കർഷകൻ ചെയ്തതുപോലെ നിഷ്കളങ്കമായ ഭക്തിയോടെയുള്ള ചെറിയൊരു സമർപ്പണമാണ് ഭഗവാന് പ്രിയങ്കരം. ലാഭേച്ഛയില്ലാത്ത ഇത്തരമൊരു സമർപ്പണത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ക്ഷേത്ര ദർശനത്തിന്റെ പൂർണ്ണഫലം ലഭിക്കൂ. വയനാടിന്റെ സാമൂഹ്യ ഭൂപടത്തിൽ മൂടക്കൊല്ലി ക്ഷേത്രത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. കുടിയേറ്റക്കാരും തദ്ദേശീയരുമായ ഗോത്രവർഗക്കാരും ഒരുപോലെ വിശ്വസിക്കുന്ന ഇടമാണിത്. ജാതിമതഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഉത്സവങ്ങളും ചടങ്ങുകളും കേരളത്തിന്റെ സഹിഷ്ണുതാ സംസ്കാരത്തിന് ഉദാഹരണമാണ്. മൂടക്കൊല്ലി മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ നടത്തപ്പെടാറുള്ളത്. എല്ലാ വർഷവും ശിവരാത്രി നാളിൽ ശിവരാത്രി മഹോത്സവം താലപ്പൊലി ഘോഷയാത്രയും വളരെ ഭംഗിയായി നടത്താറുണ്ട്. ശിവരാത്രിക്ക് 5 ദിവസത്തെ കൊടിയേറി 5 ദിവസത്തെ പൂജകളും വിവിധ കലാപരിപാടികളോടുകൂടിയാണ് നടത്തുന്നത്. പിന്നെ വിശേഷ ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ശിവക്ഷേത്രത്തിൽ പൂജയുണ്ട്. വിശേഷ അവസരങ്ങളിൽ വിശേഷ പൂജകളും മറ്റ് നടത്താറുണ്ട്. വൈദിക ശ്രേഷ്ഠന്മാരെ ആണ് നടത്തപ്പെടുന്നത്. മലയോര ഗ്രാമത്തിന്റെ വികസനത്തിൽ ഈ ക്ഷേത്രം ഒരു വലിയ പങ്ക് വഹിച്ചു. ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർ വഴി ഈ പ്രദേശം ഒരു തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി വികസിച്ചു. മൂടക്കൊല്ലി മഹാദേവ ക്ഷേത്രം മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥയാണ്. കാടിനെ ഭയപ്പെട്ട കർഷകൻ ഭക്തിയിലൂടെ ആ ഭയത്തെ കീഴടക്കി പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ മണ്ണിൽ പണിയെടുത്ത കുടിയേറ്റക്കാരൻ തന്റെ ആത്മബലത്തിനായി ഭഗവാനെ കൂട്ടുപിടിച്ചു. ഇവിടത്തെ ശിവകുടുംബത്തിന്റെ ഈ പൂർണ്ണ സാന്നിധ്യം അപൂർവമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുടുംബൈശ്വര്യത്തിനും ഐക്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമായി ഇവിടം മാറി. ഇന്ന് നാം കാണുന്ന ഈ മഹാക്ഷേത്രം വരും തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. പ്രകൃതിയെ ബഹുമാനിക്കുക, കൂട്ടുത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുക,
അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിക്കുക. ഐശ്വര്യത്തിന്റെ തണലായി അഭീഷ്ടങ്ങൾ സാധിച്ചു തരുന്ന ശക്തി സ്വരൂപമായി മൂടക്കൊല്ലി മഹാദേവൻ ഈ മലയോര ഗ്രാമത്തിൽ എന്നും വിളങ്ങട്ടെ.